ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPM നടപടിയെടുക്കാനിരിക്കെ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്താൻ എ പത്മകുമാർ യുവതീ പ്രവേശനത്തിലും സ്വർണ്ണക്കൊള്ളയിലും വെളിപ്പെടുത്തൽ നടത്തിയേക്കുമെന്നാണ് സൂചന. യുവതീ പ്രവേശന സമയത്ത് തന്നെയും ADGP ശ്രീജിത്തിനെയും സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമം നടന്നു എന്നാണ് ആരോപണം. ആത്മകഥ പ്രസിദ്ധീകരിക്കുമെന്ന് സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും വാർത്ത വന്നതോടുകൂടി പത്മകുമാർ അത് നിഷേധിച്ചു. CPM ജില്ലാ കമ്മിറ്റി യോഗം നാളെ ചേരാനിരിക്കെയാണ് സമ്മർദ്ദ നീക്കം. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ പുരുഷോത്തമൻ, CPM തെറ്റിദ്ധരുത്തലിന്റെ ഭാഗമായി പത്മകുമാറിനെതിരെ നടപടിയെടുക്കാനിരിക്കെയാണ് പത്മകുമാറിന്റെ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. ഒരർത്ഥത്തിൽ ഒരു മുഴം മുൻപേ എറിയുകയാണോ പത്മകുമാർ? എന്നെ പുറത്താക്കിയ ഞാൻ ഒറ്റയ്ക്കാവില്ല പോകുന്നത് എന്ന മെസ്സേജ് ഉണ്ടോ? ഗുഡ് മോർണിംഗ് അരുൺ. അത് തന്നെയാണ് ധ്വനി എന്നുള്ളത്. കാരണം അപ്പോൾ അരുൺ പറഞ്ഞത് 100% ശരിയാണ്. നാളെ CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ്. നിർണായക യോഗമാണ്. CPIM സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് പത്മകുമാർ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നാളെ CPIM ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നത്. ഭൂരിപക്ഷ അംഗങ്ങളും പത്മകുമാറിനെതിരെ നടപടി വേണമെന്നാവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ എ പത്മകുമാർ തങ്ങളുടെ സുഹൃത്തുക്കൾ മുഖേന ഒരു പ്രചാരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് താൻ ശബരിമല യുവതി പ്രവേശന വിഷയത്തിലും ഒപ്പം തന്നെ സ്വർണ്ണക്കൊള്ളയിലും താൻ നിരപരാധിയാണ് എന്ന് സൂചിപ്പിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കളോട് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് ശബരിമല യുവതി പ്രവേശന സമയം അന്ന് താൻ ശബരിമലയിലേക്കുള്ള യാത്രയിലായിരുന്നു. ആ യാത്രാ മധ്യേ തനിക്ക് തിരുവനന്തപുരത്ത് നിന്നും ഒരു ഫോൺ കോൾ വന്നു. അത് ഒരു ഉന്നതന്റെ ഫോൺ കോൾ ആയിരുന്നു. തിരുവനന്തപുരത്തേക്ക് അടിയന്തരമായി ചെല്ലണമെന്ന നിർദ്ദേശമായിരുന്നു ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്. അത് പ്രകാരം താൻ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു. തിരുവനന്തപുരത്ത് ചെന്ന് പിറ്റേ ദിവസം വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചു എന്ന കാര്യം താൻ അറിഞ്ഞത്. അതോടൊപ്പം തന്നെ അന്ന് IG ആയിരുന്ന S ശ്രീജിത്തിനെയും അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തി എന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞതായാണ് ഇപ്പോൾ സൂചന വരുന്നത്. ഏതായാലും പാർട്ടിക്ക് മേലെ ഒരു സമ്മർദ്ദം ചെലുത്തുക, തനിക്ക് മേലുള്ള നടപടിയിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഒരു തന്ത്രം എ പത്മകുമാർ സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതേസമയം തന്നെ പാർട്ടി നേതൃത്വം ശക്തമായിട്ടുള്ള നടപടിക്ക് ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.